സീറോ ഫോർമാലിറ്റി പോഡ്കാസ്റ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ കോളേജ് പോഡ്കാസ്റ്റ് ഫോർ സിംപ്ലിഫൈങ് സയൻസ്. നമ്മൾ കുറച്ചൊരു ഗ്യാപ്പിന് ശേഷം ഇന്ന് നമ്മുടെ ഗസ്റ്റ് മിസ്റ്റർ അഖിൽ, അതേപോലെ തന്നെ ലിജിമോർ. ഇവർ രണ്ടുപേരും എൻ്റെ ക്ലോസ് ഫ്രണ്ട്സാണ്. അതേപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് എയ്ഡ് ലിറ്ററേറ്റ് ഇന്ത്യ എന്നുള്ളൊരു മിഷന് വേണ്ടിയിട്ട്, അതേപോലെ തന്നെ CPR ലിറ്ററസി, ഇതിനു വേണ്ടിയിട്ട് അവർ ലൈഫ് മാറ്റിവെച്ച ആളുകളാണ്. അവർ കഴിഞ്ഞ മാസം അവർ നടത്തിയിട്ടുള്ള ഒരു ജേണി, നമ്മുടെ 21 സ്റ്റേറ്റ് കവർ ചെയ്തിട്ട്, അതേപോലെ തന്നെ 75 ദിവസം കൊണ്ട് 5000-ഓളം ആളുകൾക്ക് ഫസ്റ്റ് എയ്ഡ് ലിറ്ററസി, CPR ലിറ്ററസി നേടിയ ഒരു ജേണി, ഒരു റെക്കോർഡൊക്കെ ഭേദിച്ച് വരുന്ന ആൾക്കാരാണ്. അപ്പം ഞാൻ കൂടുതൽ ഫോർമാലിറ്റി ഒന്നും കാണിക്കുന്നില്ല. നേരെ അഖിൽ ബ്രോ, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യും, നിങ്ങളുടെ ഈ ജേണിയുടെ. പറഞ്ഞതുപോലെ ഞങ്ങൾ മൂന്ന് കൺട്രി പക്ഷെ 3 കൺട്രിയിൽ പോയി ട്രെയിനിങ് കൊടുക്കാൻ പറ്റിയില്ല. അവിടെ നമുക്ക് എക്യുപ്മെന്റ്സ് കൊണ്ടുപോകുന്നതിൻ്റെ ബുദ്ധിമുട്ട് വന്നിരുന്നു. ഭൂട്ടാൻ, നേപ്പാൾ ആയിരുന്നു. പക്ഷേ ഇന്ത്യ മൊത്തം 21 സംസ്ഥാനങ്ങൾ നമ്മൾ കവർ ചെയ്തു. 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ കവർ ചെയ്തു. അതിലൊരു 5000-ന് മേലെ ആളുകൾ ഫ്രീ ആയിട്ട് CPR ട്രെയിനിങ് കൊടുത്തു. ട്രെയിനിങ് മീൻസ് ജസ്റ്റ് നമ്മൾ പറഞ്ഞ് കേൾപ്പിക്കുകയൊന്നുമല്ല, അവരോട് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അവർ പ്രാക്ടീസ് ചെയ്യാൻ പറ്റി. അവർക്ക് നമ്മളൊരു 4 സെറ്റ് ഹൈ ഫിഡലിറ്റി മാനിക്കിൻസ് കൊണ്ടുവരുന്നു, അഡൽട്ടും ചെറിയ കുട്ടികൾ, ഇൻഫാൻസും. പിന്നെ AED മെഷീൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതിൽ അവർ പ്രാക്ടീസ് ചെയ്ത് ഇത്രയും ആളുകൾക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കാൻ പറ്റി. അതായിരുന്നു മെയിൻ നമ്മളൊരു ഫോക്കസ്. അതിനോടൊപ്പം ഇന്ത്യക്കാണ് അതുകൊണ്ട് സാധിച്ചു. 75 ദിവസം നമ്മൾ പ്ലാന് എത്ര ദിവസം എന്നുള്ളതില്ലായിരുന്നു. ബട്ട് തിരിച്ചെത്തിയപ്പോൾ 75 ദിവസം കറക്റ്റായി. നമ്മൾ കാലിക്കറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, കാലിക്കറ്റിൽ തിരിച്ചെത്തി. ഞങ്ങൾ 5 പേരായിരുന്നു ഉണ്ടായിരുന്ന ടീമിൽ, 2 കാറ്. ഒരു ലൈഫ് ടൈം ജേർണി, അച്ചീവ്മെന്റ്. ഓക്കെ, നമ്മളിതിൽ ശരിക്കും ഈ ഒരു എപ്പിസോഡിന്റെ ബേസിക് നമ്മുടെ ഒരു ലക്ഷ്യം തന്നെ ഇതിന്റെ ഫസ്റ്റ് എയ്ഡ് അവയർനെസ് എന്നുള്ള നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഒന്നും കൂടി അതിന്റെ ഇമ്പോർട്ടൻസ് ഒന്ന് പറഞ്ഞു കൊടുക്കാന്നുള്ളത് തന്നെയായിരുന്നു. ഒറ്റൊരു പോയിന്റ്, അതായത് ഒരാൾക്ക് ഒരു കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാൾക്ക് കാർഡിയക് അറസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ആയിട്ട് തൊട്ടടുത്ത് നിൽക്കുന്ന ആള് CPR ചെയ്യുന്ന ഒരവസ്ഥ, അതേപോലെ തന്നെ AED മെഷീൻ, ഇത് രണ്ടും കൂടി ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ മരിച്ചു എന്ന് ചിന്തിക്കുന്ന 10-ൽ 4 ആൾക്കാരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഈ ഒരു ഇൻഫോർമേഷൻ മനസ്സിലാക്കിയിട്ടും നമ്മുടെ ആളുകൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ചാൻസ് എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ CPRന്റെ AEDയുടെ ഇമ്പോർട്ടൻസ് ഇന്ത്യ മൊത്തം അറിയിക്കുക എന്നതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അപ്പൊ അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയും. ടീമിൽ ഒരേ ഒരു ലേഡി ആയിരുന്നു. എന്താണേലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആക്ച്വലി പ്ലാൻ ചെയ്തത് ഇന്ത്യ എക്സ്പ്ലോർ ചെയ്യാന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ടീം സെലക്ട് ആയി വന്നപ്പോൾ, ടീം ആൾക്കാർ ജോയിൻ ചെയ്ത് വന്നപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരേ ഫീൽഡിൽ നിന്നുള്ളവരായിരുന്നു. 5 പേരും ഒരേ ഫീൽഡ്, അതായത് ഇൻസ്ട്രക്ടർ സൈഡ് ആൻഡ് അതിൻ്റെ കോർഡിനേറ്റിംഗ് പേഴ്സൺ, അങ്ങനെയൊക്കെ ആയതുകൊണ്ട് എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഒരു മിഷനും കൂടെ ആഡ് ചെയ്യാൻ പറ്റും മീൻസ് അങ്ങനെ ഒരു പ്ലാൻ ഞങ്ങൾ ചെയ്തു. അപ്പം പോകുന്ന വഴിക്ക്, അതായത് പബ്ലിക്കിന് ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ്സും ഇല്ല. എന്താണ് CPR, അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റ് എന്താണ്, ചോക്കിംഗ് മാനേജ്മെന്റ് എന്താണ്, ചോക്കിംഗ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, എല്ലാവരും ചെയ്യുന്നത് എന്താണ്, നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം, ഒരു വണ്ടി വിളിക്കുക, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. സോ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ അവർ പറയുന്ന ഒരു ആൻസർ എന്ന് പറയുന്നത്, നിങ്ങൾ ലേറ്റായി പോയി. കാരണം ലേറ്റായി പോകാനുള്ള കാരണം അവർക്ക് ആ കിട്ടേണ്ട സമയത്ത് ആ ഒരു ഫസ്റ്റ് എയ്ഡ് മാനേജ്മെന്റ് കിട്ടുവാണെങ്കിൽ ചിലപ്പം നമുക്ക് ആ ആളെ രക്ഷപ്പെടുത്താൻ പറ്റും. അപ്പം ഇവർക്ക് അറിയത്തില്ലാത്ത കാര്യം എല്ലാ മെഡിക്കൽ പേഴ്സൺസിനും അറിയാം എന്ത് ചെയ്യണം എന്നുള്ളത്, പക്ഷെ പബ്ലിക്കിന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തത്. പോകുന്ന വഴിയിൽ ഞങ്ങൾക്ക് ഒരു പ്ലാനും ഇല്ല, എവിടെ എടുക്കണം, എങ്ങനെ എടുക്കണം എന്നൊന്നുമില്ല. ഞങ്ങൾ ജസ്റ്റ് പോകുന്ന വഴി ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾ ചായ കുടിക്കാൻ നിർത്തുമ്പോൾ ചിലപ്പോൾ ഒരു 10 പേരുണ്ടെങ്കിൽ, അല്ല ഒരു 3-4 പേരുണ്ടെങ്കിൽ അവർക്കൊന്ന് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവർക്ക് കൊടുക്കാന്നുള്ള പ്ലാനിങ്ങിലാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെ കോളുകൾ വരാൻ തുടങ്ങി. ക്ലാസ്സുകൾ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനകത്ത് കൂടുതൽ ക്ലാസ്സുകളായി. അതുകൊണ്ട് തന്നെയാണ് ശരിക്കും അഖിൽ പറഞ്ഞ പോലെ ഒരു പ്ലാൻ, ഡേറ്റ് എന്ന് പറയുന്ന അങ്ങനെ ഒരു പ്ലാൻ ഇല്ലായിരുന്നു. എന്നാലും ഞങ്ങൾ വിചാരിച്ച ഒരു 45 ദിവസം ഒക്കെ കഴിഞ്ഞ് നമുക്ക് തിരിച്ചു വരാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. പക്ഷെ ഞങ്ങൾ പോയി കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് എന്താ പറയുക, ഈ 45 ദിവസം എന്നുള്ളത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ 10 ദിവസം പുറകോട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങളുടെ ആ ഒരു ഷെഡ്യൂൾ അനുസരിച്ചിട്ടുള്ള ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്, ഇന്ന സമയം ഇന്ന സ്ഥലത്ത് എത്തും എന്നുള്ളത്. പക്ഷെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എന്ത് സംഭവിച്ചു, ഒരു വിശാഖപട്ടണം ഒക്കെ എത്തിയപ്പോഴത്തേന് തന്നെ ഞങ്ങൾക്ക് 10 ദിവസം പുറകോട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അത്രയ്ക്കും ഇതായിരുന്നു, ക്ലാസ്സസ് ആയിരുന്നു. ആദ്യത്തെ ഒരു വിശാഖപട്ടണം ആന്ധ്രാപ്രദേശിൽ തന്നെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ 8 ക്ലാസ്സസോളം ഞങ്ങൾ എടുത്തു. അതും ഡിഫറെന്റ് കമ്മ്യൂണിറ്റീസ്. നമുക്ക് ബാച്ച് കിട്ടില്ല എന്നുള്ളൊരു
അറിയില്ല എവിടെ പോകും, ആരെ കാണും. പക്ഷെ നമ്മൾ പ്ലാൻ ചെയ്ത് വന്നപ്പോൾ നമ്മൾ ഏറ്റവും കുറഞ്ഞ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് മീൻസ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യേണ്ടായിരുന്ന ഒരു 20 പേർക്ക് അതിൽ കൂടുതലേക്കായിരുന്നു. മാക്സിമം ഒരു 500-550 പേരുടെ വരെ ബാച്ച് അറ്റ് എ ടൈം നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നു. കാരണം ആളുകൾക്ക് ഇതാണ് ക്ലാസ് എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ കൂടുതൽ നമ്മളോട് ഭയങ്കര പ്ലസ്, അതിന് പ്ലസ് പോയിന്റ് ബോണസ് ആയിട്ട് പറയാനുള്ളത് ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു ആളുകൾ. നല്ല ഹോസ്പിറ്റാലിറ്റി, പല സ്ഥലത്ത് അക്കോമഡേഷൻസ്, ഫുഡ് ഒക്കെ നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു ബോണസ് പോയിന്റ് അതിൽ കിട്ടി. കൂടാതെ ഒരു ക്ലാസ് കഴിഞ്ഞ് ആ ക്ലാസ്സിലുള്ളവർ തന്നെ അവരുടെ ഏരിയയിലേക്ക് അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷണൽ ഏരിയയിലേക്ക് അവരുടെ എക്സാമ്പിൾ അവരുടെ ഫാക്ടറികൾ അവിടെ വർക്ക് ചെയ്യുന്ന അങ്ങനെ അവർ അങ്ങോട്ട് ഞങ്ങൾ വിളിച്ചുകൊണ്ട് പോയി അവിടെ എക്സ്ട്രാ ഒരു ക്ലാസ്. അങ്ങനെ പറഞ്ഞ പോലെ ആന്ധ്രയിൽ 8 ക്ലാസ്, കൽക്കട്ടയിൽ 4 ക്ലാസ്, ഞങ്ങൾ ഒരു സ്റ്റേറ്റിൽ ഒരു ക്ലാസ് എങ്കിലും എന്ന് പറഞ്ഞു പോയവർ ഇങ്ങനെയാണ് മുമ്പോട്ട് വരാൻ ചെയ്തത്. പക്ഷെ ഇന്ത്യയിൽ ശരിക്കും നമ്മൾ പോയ പല സ്ഥലങ്ങളിലും ഇത് എന്താണെന്ന് പോലും അറിയത്തില്ലാത്ത സ്ഥലങ്ങളാണ് മിക്ക സ്ഥലങ്ങളിലും. ഞങ്ങൾ കൂടുതലും വില്ലേജുകളിലൊക്കെ പോയപ്പോൾ അവരെന്താ വില്ലേജിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പബ്ലിക്കിന് എൻ്റർ ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട്. കാരണം നാഗാലാൻഡ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ പബ്ലിക്കിന് ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് ആ ഒരു പോർഷൻ അവർ സ്പെസിഫൈ ചെയ്ത സ്ഥലങ്ങളുണ്ടാവും. അവിടെ അല്ലാതെ വേറെ ഒരു സ്ഥലങ്ങളിലേക്ക്, അത് വീടുകളിലേക്കും അങ്ങനൊന്നും എൻ്റർ ചെയ്യാൻ ഉള്ള പെർമിഷൻ അവർക്കില്ല. അവർ കൊണ്ടുപോകത്തില്ല, നമുക്ക് പബ്ലിക്കിനില്ല. പക്ഷെ ഞങ്ങളെ അവർ എന്ത് ചെയ്തു, ക്ലാസ് കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങളെ അവരുടെ അങ്ങനെ നമുക്ക് ലോക്കൽ വില്ലേജിലേക്ക് കയറി അവരുടെ കിച്ചൺ കാണിച്ചു തരിക, അത് ഫോട്ടോ എടുക്കാനായിട്ട് മീൻസ് വീഡിയോ എടുക്കാനായിട്ട്, അതൊക്കെ ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. നമുക്കൊരു ഇൻഫർമേഷൻ കൊടുക്കല്ലേ അവർക്ക്. അവര് റിവ്യൂ ഞങ്ങൾ അവസാനം ക്ലാസ് കഴിയുമ്പോഴേ അവരോട് സംസാരിക്കാൻ പറയും ക്ലാസ്സിനെ കുറിച്ച്. അപ്പോൾ അവർ തന്ന അവർ ഷെയർ ചെയ്യുന്ന എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ ആയതുകൊണ്ട് അത്രയും അതിനേക്കാൾ ബുദ്ധിമുട്ടായിരുന്നു ചില കാര്യങ്ങൾ. കാരണം തവാങ് അരുണാചൽ പ്രദേശിലൊക്കെ എന്തായാലും അവിടെ ആംബുലൻസ് എത്തില്ല, അങ്ങനെയുള്ള ഏരിയകളുണ്ട്. ഹോസ്പിറ്റലിലേക്ക് പോകുന്ന കാര്യം ചിന്തിക്കുക വേണ്ട. കാരണം അടുത്തുള്ള PHC പോലെ ചെറിയ ഹോസ്പിറ്റൽസ് ഒക്കെ ഉണ്ടെങ്കിലും ദൂരേക്ക് എത്തില്ല. കാരണം അവിടുത്തെ റോഡുകൾ അങ്ങനെയാണ്. ഏതെങ്കിലും ഒരു ലാൻഡ് സ്ലൈഡ് വന്നു കഴിഞ്ഞാൽ ക്ലോസ് ആണ് ആ ഏരിയ. അങ്ങനെ റിമോട്ടായി ഒറ്റപ്പെട്ടു പോകുന്ന സ്ഥലങ്ങളാണ്. അവർ പറഞ്ഞത് ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഇതുപോലെ ഞങ്ങൾക്ക് നേരത്തെ കിട്ടുകയാണെങ്കിൽ പല അവർ ആലോചിച്ച് നോക്കുമ്പോൾ CPR ചെയ്താൽ ഇങ്ങനെ രക്ഷപ്പെടുമെന്നൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ അങ്ങനെയുള്ള എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ മിലിറ്ററി ഹോസ്പിറ്റൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, അവിടെ പറ്റുന്ന മാക്സിമം ഉള്ള കാര്യങ്ങൾ അവർ ചെയ്യും. ഇങ്ങനെ ഒരു എമർജൻസി വന്നാൽ അവർക്ക് തവാങ്ങിൽ നിന്ന് ഗുവാഹട്ടി എത്തണം, അതായത് ആസാമിൽ എത്തണം. അപ്പോൾ അത്രയും ദൂരം അവരെത്തിക്കുമ്പോൾ തന്നെ മിക്കവാറും പേഷ്യൻ്റ് കൊണ്ടുപോകുന്ന ആള് എക്സ്പയർഡ് ആവാനാണ് ചാൻസ് കൂടുതലെന്നാണ് അവർ പറയുന്നത്. പക്ഷെ അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ക്ലാസ് എടുക്കുമ്പോൾ ഞങ്ങൾ ശരിക്കും ഇത്രയും ദിവസം ഇങ്ങനെ കണ്ടിന്യൂസ് ട്രാവൽ ചെയ്യുമ്പോൾ ഇൻ ബിറ്റ്വീൻ ഞങ്ങൾ മടുത്തു പോയിട്ടുള്ള സിറ്റുവേഷൻ. പക്ഷെ ഒരു ക്ലാസ് കഴിയുമ്പോൾ അതൊരു ബൂസ്റ്റപ്പ് ആവും ശരിക്കും പറഞ്ഞാൽ. കാരണം എന്ന് വെച്ചാൽ അവരുടെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയറിങ്, നമ്മളോടുള്ള ഒരു അപ്രോച്ച് ഒക്കെ തരുമ്പോൾ നമ്മൾ പിന്നെ നല്ല ആക്റ്റീവായിട്ട് വീണ്ടും. എന്നെ സംബന്ധിച്ച് തണുപ്പൊക്കെ എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. ഇവർക്ക് 4 പേർക്കും വലിയ പ്രശ്നമില്ല, പക്ഷെ എനിക്ക് തണുപ്പ് അടിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് പ്രശ്നമാണ്. കാരണം ചിലപ്പോൾ ഇവർ പുറകോട്ട് പോയെങ്കിലേ ഉള്ളൂ. പക്ഷെ അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് തവാങ്ങൊക്കെ മൈനസ് ആയിരുന്നു ആ സമയത്തൊക്കെ. പക്ഷെ ഞാൻ ആകെ ഡൗൺ ആയി പോയ സിറ്റുവേഷനിലൊക്കെ ക്ലാസ് കഴിയുമ്പോഴത്തേനും ഒക്കെ ഓട്ടോമാറ്റിക്കലി പിന്നെ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോയിരുന്നു. കാരണം അവരുടെയൊക്കെ അപ്രോച്ചും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് എയ്ഡിന്റെ ഈ ബേസിക് നോളജ് എന്താ? നമുക്ക് ഫസ്റ്റ് എയ്ഡിന്റെ ഒരു ബേസിക് നോളജ് ഉണ്ടാവില്ലേ? അതെ, ബേസിക് നോളജ് എന്ന് ഉദ്ദേശിച്ചത് അതിനെക്കുറിച്ച് ഞാൻ മിക്കവാറും അറിയേണ്ടത്. അതെ, പ്രധാനമായിട്ടും ഈ ക്വസ്റ്റിനോട് ചേർത്ത് പറയാം, ഈ പ്രധാനമായിട്ടും ഇങ്ങനൊരു ജേർണിയിൽ ഫസ്റ്റ് എയ്ഡ് CPR ലിറ്ററസി എന്ന് ആക്കാൻ തന്നെ കാരണം അതാണ്. ഇന്ത്യയിൽ അല്ലേ, നമ്മുടെ രാജ്യത്ത് ഒരു സ്റ്റാൻഡേർഡ് ഒരു സ്കൂൾ ലെവൽ മുതൽ ഫസ്റ്റ് എയ്ഡ് ലിറ്ററസി നമുക്കില്ല. ഒരാൾ തളയിറങ്ങി വീണാൽ എന്ത് ചെയ്യണം എന്ന് അറിയില്ല. ഓക്കെ, പെട്ടെന്ന് ആ വണ്ടി വിളിക്കുക ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും മിനിമം നമ്മൾ അറിയുന്നതിൻ്റെ 2 കാര്യങ്ങൾ പറയാം. ഒന്ന് കാർഡിയാക് അറസ്റ്റിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയും, ഒന്ന് ചോക്കിംഗ് മാനേജ്മെൻറ്റ്. ഞങ്ങളിപ്പോൾ പ്രൊഫഷണലി ഞങ്ങൾ ട്രെയിനേഴ്സാണ്, ഈ അമേരിക്കൻ അസോസിയേഷൻ്റെ BLS ACLS ട്രെയിനേഴ്സാണ്. അപ്പോൾ അതിൻ്റെ ബേസിക് ലൈഫ് സപ്പോർട്ടിൻ്റെ പ്രധാനപ്പെട്ട 2 ടോപ്പിക് അത് തന്നെയാണ്, കാർഡിയാക് അറസ്റ്റും ചോക്കിംഗ്. കാരണം ഇത് രണ്ടും ഏറ്റവും മിനിമം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആണെന്ന് പറയാം. കാരണം എന്ത് എമർജൻസി സംഭവിച്ചാൽ അവസാനിക്കുന്ന എങ്ങനെയാണ്, കാർഡിയാക് അറസ്റ്റ് മീൻസ് ഡെത്ത്, ഹാർട്ട് സ്റ്റോപ്സ്. അതിൻ്റെ മാനേജ്മെൻറ്റ് അറിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമുക്ക് അവരെ രക്ഷപ്പെടുത്താനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ വെറുതെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നതും ഉടനെ. കാരണം 10 സെക്കൻഡ് എന്ന് നമ്മൾ പറയും, ഒരാൾ അറസ്റ്റ് ആയി കഴിഞ്ഞാൽ 10 സെക്കൻഡിൽ നമ്മൾ CPR സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ അയാൾ സർവൈവ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് പബ്ലിക്കിന് ബേസിക്കായിട്ട് CPR അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത്. 2 ചോക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എയർവേയിൽ
ഫോറിൻ ബോഡി ഒബ്സ്ട്രക്ഷൻ എന്ന് പറയും. തുടങ്ങിക്കഴിഞ്ഞാൽ അറിയാലോ, ബ്രത്ത് നിന്ന് പോവാണ്. എത്ര സെക്കൻഡ്സ് നമുക്ക് തന്നെ അറിയാം, സെക്കൻഡ്സ് പോലും ഇല്ല. ഉടനെ ചെയ്യേണ്ടത് എന്താണ്? ചോക്കിങ്ങിന്റെ മാനേജർ വളരെ സിമ്പിളാണ്, നമ്മൾ കൈകൊണ്ട് ചെയ്യും, ഒരു എക്യുപ്മെന്റിന് പോലും ആവശ്യമില്ല. പക്ഷെ ഇത് അറിയാത്തത് മൂലം ഇങ്ങോട്ട് വന്നു. അപ്പം ഇതാണ് ബേസിക്. CPR പഠിക്കുക, ചോക്കിങ്, ഇത് രണ്ടും എനിക്ക് തോന്നുന്നു ഒരു 15 വയസ്സ്, ഒരു +1, ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന, ഒരു 8-9 പഠിക്കുന്ന ഒരു 8-9 ഹൈസ്കൂൾ ആകുമ്പോഴേക്കും നമുക്ക് ആ ഒരു 5 സെന്റിമീറ്റർ താഴ്ത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പവർ വേണമെന്നല്ലേ ഉള്ളൂ. ഓക്കെ, അത് എനിക്ക് തോന്നുന്നു ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് മുതൽക്കൊക്കെ വേണമെങ്കിൽ ഒന്നും കൂടി ഒക്കെ പറ്റുമെങ്കിലൊക്കെ പറ്റും. എനിക്ക് കൺട്രീസിലൊക്കെ എനിക്ക് 15 വയസ്സൊക്കെയാണെന്ന് തോന്നുന്നു. നമ്മളിവിടുത്തെ ഒരു +1 +2 ഏജ് മുതൽ എല്ലാവർക്കും ബേസിക് ആയിട്ട് ട്രെയിനിങ് കിട്ടുന്നുണ്ട്. അവിടെ നമ്മൾ ഫിലിംസിലൊക്കെ കണ്ടില്ലേ, 911 വിളിക്കുക, US എല്ലാവർക്കും അറിയാം, കോൾ 911 അവർ വിളിക്കും. CPR കൊടുക്കാൻ അറിയാം, നമുക്കിവിടെ ആർക്കും അറിയില്ല എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വയറാക്കാതെ? ഇപ്പൊ ചെറിയ ക്ലാസ് തൊട്ട് എങ്ങനെ പറഞ്ഞു കൊടുത്താല് ചെയ്യൂലേ? എനിക്ക് സിലബസിലൊക്കെ ഉണ്ട് അത് ശരിക്കും. ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മളെ 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ ഏതൊക്കെയോ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ CPR പറ്റി പറയുന്നുണ്ട്. പക്ഷേ സ്റ്റേറ്റിന്റെ ടെക്സ്റ്റ് ബുക്ക് ഇല്ലേ, അങ്ങനെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. എനിക്ക് ഇപ്പൊ പുതിയ വന്നേക്കുന്നില്ല, പുതിയ വന്നതിലൊക്കെ ഉണ്ട്, നമ്മൾ സിലബസിലൊക്കെ ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിലുണ്ടെങ്കിൽ നമ്മൾ ആക്ച്വലി നമ്മൾ പഠിക്കുന്ന, ഞാൻ എപ്പോഴും പറഞ്ഞ പദ്യം കാര്യമാണ്, പഠിക്കുക, കഥ പഠിക്കുക, CPR പഠിക്കുക, അതിൽ പറ്റുന്നതല്ല. അതേപോലെയാണ് പദ്യം പഠിക്കലും. ഞാൻ ഇപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് പറയാറും, അതായത് നമ്മളെ ക്ലാസ് പലപ്പോഴും എഫക്റ്റീവ് അല്ല. കാരണം വെച്ചാൽ ഈ ആളുകള് ഇവര് ശരിക്കും നമ്മളിപ്പോ CPR ചെയ്യാൻ വേണ്ടി വിളിക്കുമല്ലോ, ആ വിളിക്കുമ്പോൾ തന്നെ പകുതി മുക്കാൽ ആൾക്കാർക്ക് വരെ ഇഷ്ടമല്ല. അപ്പൊ തന്നെ മതി. ഇപ്പൊ ഞാൻ പറയും, ഇങ്ങനെയുള്ള ആളുകളോട് നമ്മളിപ്പം റിയൽ കേസിൽ ഇവർ ആരും ഒന്ന് CPR ചെയ്യും. അത് ശരിക്കും എക്സാമ്പിൾ, ഈ വിളിക്കുന്ന ഓഡിയൻസിന്റെ അവിടെ ഫാമിലിയില്ല, നമ്മളൊരു ഫാമിലിയിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കും. അവര് വരും, അവര് ഫ്രണ്ടിൽ വന്നിരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യും. അതിന് സംഭവിച്ചിട്ടുണ്ട് എൻ്റെ ക്ലാസ്സിൽ. ഇങ്ങനെ ക്ലാസ്സിൽ ഒരാൾ നല്ല ശ്രദ്ധിച്ചിരിക്കുന്നു. എൻ്റെ ഒരു മുംബൈയിൽ വെച്ച് നടന്ന ക്ലാസ്, ഇതുമായി ബന്ധപ്പെട്ട് പോയപ്പോഴേ മുമ്പുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു ക്ലാസ്സിൽ ഒരു ലീഡ് നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കുന്നു, ക്ലാസ് നന്നായി ശ്രദ്ധിച്ചിരിക്കുന്നു. വിളിക്കുമ്പോൾ ഓടി വരുന്നു, പ്രാക്ടീസ് ചെയ്ത് തിരിച്ചു പോകുന്നു, അങ്ങനെ പോകുന്നു. ക്ലാസ് കഴിഞ്ഞ് അവർ നേരിട്ട് വന്ന് ഇങ്ങനെ നല്ല ക്ലാസ് ആയിരുന്നു, അങ്ങനെ കുറച്ച് സംസാരിച്ച് അപ്പോഴാണ് അവർ പറയുന്നത്, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഇവരെ നല്ല എന്താ പറയുക അലർട്ടായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് ഒരു 1-2 വർഷം മുമ്പെന്തോ ആ സമയത്തിന് അവിടെ കൊച്ചു മരിച്ചു പോയി. ചെറിയ കുട്ടി, എത്ര 5 വയസ്സോ 8 വയസ്സോ എന്തുള്ള ചോക്കിംഗ് ആയിരുന്നു. ഇത്രയും സിമ്പിൾ ചെയ്താൽ മതിയായിരുന്നു എന്ന് അവരറിയില്ലല്ലോ. നിങ്ങൾ നേരത്തെ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ആ കൊച്ചിപ്പോഴും ജീവനുണ്ട്. അപ്പോൾ അതാണ്, അങ്ങനെ സംഭവിച്ചാൽ ആളുകൾ വരും. നമ്മളെല്ലാവരും വിചാരിക്കും നമുക്ക് സംഭവിക്കില്ല എന്നുള്ളൊരു, നമ്മളെപ്പോഴും നമുക്കൊന്നും സംഭവിക്കില്ല എന്നുള്ളതാണ്. സംഭവിച്ചാൽ നമുക്കത് മനസ്സിലാവുള്ളൂ. ഞങ്ങൾ തന്നെ ഈ പ്രൊഫഷൻ ആയതുകൊണ്ടും എന്നൊന്നും ഇത് കാണുന്നതുകൊണ്ടും കേൾക്കുന്നതുകൊണ്ടും ആയിരിക്കും ഞങ്ങൾ ഇതിൽ ഇത്രയും എഫേർട്ട് കൊടുത്തത്. പക്ഷേ ഞങ്ങൾ ഈ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് കേട്ടോ, ഞങ്ങൾ ഇങ്ങനെ യാത്ര മുമ്പോട്ട് പോകുമ്പോൾ വിശാഖപട്ടണത്ത് ക്ലാസ് കഴിഞ്ഞു, കൽക്കട്ട അങ്ങനെ കറങ്ങി ഞങ്ങൾ ഏതൊരു ഡൽഹിയൊക്കെ എത്തിയപ്പോൾ ഒരു കൂടെ വന്നു. വിശാഖപട്ടണം നമ്മളൊരു മലയാളി അസോസിയേഷൻ കൊടുത്തിരുന്നു ഒരു ക്ലാസ്. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് ചെറിയ ഗിഫ്റ്റും ഒക്കെ, ഗിഫ്റ്റ് പോലെ ഷാളൊക്കെ അണിയിച്ച അയാൾ മരിച്ചു. അയാൾ മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അയാളുടെ ഫ്യൂണറിന് നമ്മൾ എല്ലാവരും, ആ മലയാളി അസോസിയേഷൻ ആണല്ലോ, അപ്പോൾ അവരെല്ലാവരും വിളിച്ചപ്പോൾ ഞങ്ങൾ ചെന്നതും ഞങ്ങൾ ക്ലാസ് എടുത്തതിനെ കുറിച്ച് അവർ സംസാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഉടനെ വിളിച്ചു, നിങ്ങളിങ്ങനെ സംഭവം നടന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ ഇന്ന് ക്ലാസ് എൻഡ് എങ്ങനെയാണ്, ഈ പഠിച്ച കാര്യം നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് CPR ചെയ്യാൻ അറിയെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കാം എന്നേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് സേഫ്റ്റി എന്താ, തൊട്ടുള്ള ഒപ്പമുള്ളവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഫാമിലിയുള്ള എല്ലാവർക്കും ഇന്ന് തന്നെ പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ചെയ്യാം. പക്ഷേ അന്ന് ആ ക്ലാസ്സിൽ അദ്ദേഹം ഉണ്ടായിരുന്നു, പക്ഷെ ആളുടെ ഫാമിലി മെമ്പേഴ്സ് ആരും ഇല്ലായിരുന്നു, സംഭവിച്ച് വീട്ടിൽ വെച്ചാണ്. അതുകൊണ്ടാണെന്നല്ല, ബട്ട് ഒരു ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അതാണ് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ കുറച്ചൊക്കെ ഇതിന്റെ അവയർനെസ് പോയിട്ടും ലൈഫ് ടൈം കൊണ്ടുവരാത്ത ഒരു സംഭവം അല്ല. ഇതില് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടുന്ന 100% ഒരു ഉറപ്പില്ല. അല്ല, അങ്ങനെ ചെയ്യണം. അതിപ്പോ എനിക്കറിയാം ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, പക്ഷെ പുറമെ ഒരാൾക്ക് ഇത് സംഭവിക്കുമ്പോൾ അതിന് വേണ്ടിട്ട് ഇറങ്ങുന്നില്ല. മറ്റുള്ള ആൾക്കാരെ എന്ത് ചിന്തിക്കുന്നുള്ള പേടി, പിന്നെ നമ്മളിപ്പോ ചെയ്തത് ഇനിയിപ്പം എന്താ തെറ്റായി പോയി, അല്ലെങ്കിൽ നമ്മളെക്കാട്ട് അറിയുന്ന ആൾക്കാരുടെ കണ്ടിട്ടുണ്ടായിരിക്കുമോ, ഇങ്ങനെയൊക്കെ വിചാരിച്ച അവസാനം അവർ ചെയ്യില്ല. അതാണ് മെയിൻ. അതാ പറഞ്ഞ അതിൽ എനിക്ക് തോന്നുന്നത്, നമ്മൾ പറയാലോ എല്ലാവരും കണ്ടു നിൽക്കുന്ന ആളുണ്ട്, ചിലപ്പോൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ പോലും സെക്കൻഡ്സ് ഇതിനകത്തുള്ളൂ. ഫ്രണ്ടിൽ നിൽക്കുന്ന ആള് ചെയ്തേക്കണം, ഓക്കെ നമ്മൾ ചെയ്ത് തുടങ്ങി, അടുത്ത ആൾ വന്ന് അതിനെ നമ്മളെക്കാൾ അറിവുള്ളവരൊന്ന് മെഡിക്കൽ ഫീൽഡിൽ ആരെങ്കിലും വന്ന് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ സപ്പോർട്ട് ചെയ്ത് വിട്ടു. പക്ഷെ സ്റ്റാർട്ട് ചെയ്യണം, അതിന് ഈ പറഞ്ഞ പോലെ ട്രെയിനിങ് തന്നെ വേണം, ചെയ്ത് പഠിക്കണം അല്ലേ, ബുക്കിൽ വായിച്ചു പഠിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പോയപ്പോൾ 4 സെറ്റ് മാനിക്കിനും കൊണ്ടാണ് പോയത്. ആളുകളെ ചെയ്യിപ്പിച്ച് തന്നെയാണ് ഈ ട്രെയിനിങ് കൊടുത്തു പോയത്.
നമുക്ക് ഇതേപോലെ എന്താ പറയുക ബേസിക് കുറച്ച് 1-2 ഫസ്റ്റ് എയ്ഡിന്റെ കാര്യങ്ങൾ കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാരണം ഇത് കണ്ടു നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിലും എന്ത് ചെയ്യണം എന്നുള്ള ഒരു ധാരണ അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നമുക്ക് ടോക്കിംഗ് ഒക്കെ നമുക്ക് എന്തായാലും നമുക്ക് ഈ ഒരു പോസ്റ്ററിന് മാറേണ്ടി വരും. അതെല്ലാം നമുക്ക് കോമൺ ആയിട്ട് എന്തൊക്കെയാണ് നമുക്ക് പറയുന്ന കാര്യങ്ങൾ. കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ പെട്ടെന്ന് ഒരാൾ അതിനൊക്കെ മുമ്പ് വീഡിയോസിൽ വേറെ പല കാര്യങ്ങളും കണ്ടിട്ടുണ്ടാവും. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അനങ്ങുന്ന ഒരാൾക്കും പോയി CPR കൊടുക്കുന്ന വീഡിയോസ് ഒക്കെ കുറെ വന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പ്രശ്നം കൂടി ഇതിനകത്തുണ്ട്. ആർക്ക് ചെയ്യരുത് CPR. മിക്കവാറും ഇപ്പോഴൊക്കെ അറിയില്ല, എല്ലാവരും അത് കണ്ട് പഠിച്ചു, യൂട്യൂബിൽ പലതും കണ്ടുപിടിച്ച് നേരെ അടുത്ത ദിവസം പോയിട്ട് ഒരാൾ വീണാൽ നേരെ പോയി CPR ചെയ്യും. ഇത് ചെയ്യാത്തത് കൂടിയുണ്ട്. ഒന്നാമത്തെ കാര്യം പറയുകയാണെങ്കിൽ ഒരാൾ തലകറങ്ങി വീഴുന്നു, കുഴഞ്ഞു പോകുന്നു, അൺകോൺഷ്യസ് ആവുന്നു, പല കാരണങ്ങൾ കൊണ്ടാവാം. ഒന്നുകിൽ സിമ്പിളായിട്ട് പറയാൻ ഷുഗർ ഡൗൺ ആയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഫുഡ് ഇന്നലെ നോമ്പ് കാലമാണ് അല്ലെ, ഫുഡ് കഴിക്കാതെ അങ്ങനെ തലയിറങ്ങി വീഴുന്ന സംഭവങ്ങളുണ്ടാവാം. ബ്ലഡ് പ്രഷർ കുറഞ്ഞു പോയിട്ട് BP കുറഞ്ഞു പോയിട്ട് അങ്ങനെ തലയിറങ്ങി വീണവരാവാം. നല്ല സൺലൈറ്റിൽ കുറേ നേരം അസംബ്ലിയിലൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ അങ്ങനെ തലയിറങ്ങി വീഴാം. പക്ഷെ ഇതൊന്നും കാർഡിയക് അറസ്റ്റ് അല്ല. അതിന് നമുക്ക് സമയമുണ്ട്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ സമയമുണ്ട്. വെള്ളമൊക്കെ തളിച്ചു കഴിഞ്ഞാൽ തന്നെ വിളിച്ചു കഴിഞ്ഞാൽ എഴുന്നേറ്റ് വരും. നമുക്ക് എങ്ങനെ കാർഡിയക് അറസ്റ്റ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുക? അതെ, അപ്പം ഏറ്റവും പെട്ടെന്ന് അത് ശ്രദ്ധിക്കാനുള്ളത് വളരെ സിമ്പിളാണ്. ആളെ ചെന്ന് നോക്കുക, വിളിച്ചു നോക്കുക, അനങ്ങുന്നില്ല, അപ്പൊ തന്നെ ഒരു എമർജൻസി ആണെന്ന് മനസ്സിലായി. അപ്പൊ തന്നെ നമ്മൾ ആരോടെങ്കിലും ഒരാളോട് എന്ത് പറയാ, മെഡിക്കൽ ടീമിനെ വിളിക്കാനോ ആംബുലൻസ് വിളിക്കാനോ അറിയിക്കുക. നിങ്ങൾ പോരുത്, കാരണം നമ്മളവിടെ വേണം. എന്നിട്ട് ഉടനെ തന്നെ അയാളുടെ പൾസ് നോക്കുക. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. 2 ഫിംഗർ ഉപയോഗിച്ചിട്ട് കഴുത്തിന്റെ സൈഡിൽ, ഈ ഒരു ട്രക്കിയാണ്, ഇതിന്റെ സൈഡിൽ ഇവിടെ നോക്കാം, ഇടത് സൈഡിൽ എവിടെ വേണമെങ്കിൽ നോക്കാം. കൈ നമർത്തി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു ഗ്രൂ ഉണ്ട്, ഇവിടെ നമർത്തി നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും പൾസ് അടിക്കുന്നുണ്ടോ. പൾസ് അടിക്കുന്നുണ്ടെങ്കിൽ സേഫ് ആണ്, സമയമുണ്ട്, ഹാർട്ട് ഈസ് ബീറ്റിംഗ് അല്ലെ, ഒരു കുഴപ്പമില്ല. പക്ഷെ പൾസ് ഇല്ല എങ്കിൽ അത് കാർഡിയക് അറസ്റ്റ് ആണ്. കയ്യിലൊക്കെയാണ് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നോക്കുക. ഇതൊക്കെ റേഡിയൽ, അത് എക്സ്ട്രിമിറ്റീസിലേക്ക് വരും. ഹാർട്ടിന്റെ ഏറ്റവും അടുത്തുള്ള ആർട്ടറി എന്നുള്ള കൺസെപ്റ്റാണ്. വളരെ അടുത്തുള്ളത്, വളരെ സിമ്പിൾ, ഇവിടെ നോക്കാം. ഇനി വേറൊരു പ്രശ്നം, ഇതിവിടെ നോക്കിയാലും നമ്മൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഒരു ഓപ്പൺ ഏരിയ ഇവിടെ ഉണ്ടോ, പൾസ് സംശയമായിരിക്കും. അതുകൊണ്ട് അതും നോക്കണമെന്നില്ല. നമ്മളിപ്പോൾ ഓരോ റിസർച്ച് അനുസരിച്ച് നമ്മുടെ ഗൈഡ് ലൈൻസ് ഒക്കെ അനുസരിച്ച് നമ്മൾ AHA ഗൈഡ് ലൈൻസ് ഒക്കെയാണ് ഇപ്പോൾ നമ്മൾ ഇന്ത്യ മൊത്തം, വേൾഡ് മൊത്തമാണ് യൂസ് ചെയ്യുന്നത്. സിമ്പിളായിട്ട് നമ്മൾ പറയുന്നത് പബ്ലിക് ഒരു മെഡിക്കൽ പേഴ്സൺ അല്ലാത്ത ഒരാളാണോ, ശ്വാസം അല്ലെ, ദേഹം അനങ്ങുന്നുണ്ട്, ശ്വാസം വലിക്കുന്നുണ്ട്, നമുക്ക് നോക്കിയാൽ ശരിക്കും നോക്കിയാൽ മതി. അത് നോക്കിയാലും മതി. പൾസ് നോക്കാൻ പറ്റുമെങ്കിൽ അത് നോക്കുക, അതിനോടൊപ്പം തന്നെ ഇത് നോക്കി, ഇത് രണ്ടും ഒരുമിച്ച് അങ്ങ് നോക്കി വെക്കുക. സമയം കളയരുത്. നേരത്തെ പറഞ്ഞ 10 സെക്കൻഡ് ഇപ്പോഴും ഉണ്ട്, മാക്സിമം ആണ് 10 സെക്കൻഡ്. നോക്കി അനങ്ങുന്നില്ല, വിളിച്ചു നോക്കുന്നുണ്ടല്ലോ നമ്മൾ ആദ്യമേ എന്തെന്നു നോക്കുന്നു, ആൾ അനങ്ങുന്നില്ല എന്നാണ് വിളിച്ചു നോക്കുക. അതന്നല്ല എല്ലാവരും ചെയ്യുന്നത്. ആദ്യത്തെ ബേസിക് വിളിച്ചു നോക്കി ഷോൾഡറിൽ തട്ടി വിളിച്ചു. ഇടയ്ക്ക് കാണാറുണ്ടല്ലോ തലയിലും കഴുത്തിലും ചിലപ്പോൾ വീഴുന്ന സമയത്ത് സ്പൈനൽ കോഡ് ഇഞ്ചുറി ഒക്കെ ആകും ആളുകൾക്ക്. അപ്പം നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ഷോൾഡറിൽ മാത്രം ടച്ച് ചെയ്യുക, വിളിച്ചു നോക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ ബോഡിയിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് സൈനാണ് സെൻസാണ് ഹിയറിങ്. വിളിച്ചു നോക്കുക. ഒന്ന് ഓപ്ഷൻ നമുക്ക് മനസ്സിലായി, ആളനങ്ങുന്നില്ല, സംതിങ് സീരിയസ്. രണ്ടാമത് പൾസ് നോക്കാൻ പറ്റുമെന്ന് നോക്കുക, അതിനോടൊപ്പം ശ്വാസം കൂടെ നോക്കുക. 10 സെക്കൻഡ് നോക്കാവും. ഇല്ല, ഒന്നും ചിന്തിക്കാനില്ല, CPRലേക്ക് പോകും. അത് ചെയ്യണം. 10 സെക്കൻഡ് CPR ചെയ്തുകൊണ്ടിരിക്കുക. ദെൻ നമ്മുടെ മെഡിക്കൽ ടീം വന്നോട്ട് ആംബുലൻസ് വന്നാൽ അതുവരെ നമ്മളത് ചെയ്യാൻ ശ്രമിക്കും. ഇനി ആംബുലൻസ് ഒന്നും വരാത്ത സ്ഥലമാണ്, നമുക്ക് ഹോസ്പിറ്റലിൽ അടുത്ത് കൊണ്ടുപോകുള്ളൂ. പക്ഷെ CPR ചെയ്തുകൊണ്ടേ കൊണ്ടുപോകുള്ളൂ. CPR നിർത്തിയിട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് ഒരു കാര്യവും ഇല്ല, ചാൻസ് കുറവാണ്. കൂടെ നമുക്ക് ആ AED മെഷീനും കൂടി കിട്ടുകയാണെങ്കിൽ, CPR ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ AED മെഷീൻ കൂടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതും കൂടി, ആ വരുന്ന ആംബുലൻസിൽ ആ മെഷീൻ ഉണ്ടോ അല്ലെങ്കിൽ പോണ വഴിക്ക് നമുക്ക് അതിനുള്ള സ്കോപ്പ് ഉണ്ടോ എന്ന് കൂടി നോക്കുക. കാരണം അതും വളരെ കിട്ടുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെഷീൻ. കാർഡിയക് അറസ്റ്റ് വന്നു കഴിഞ്ഞാൽ CPR ചെയ്തോ സർവൈവലിന്റെ ചാൻസ് കൂടി. AED ഓൺ ടൈമിൽ കിട്ടിയോ, കാരണം AED എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് മെഷീനാണ്, ഡെലിവറി ഷോപ്പ് കൊടുക്കാനുള്ള മെഷീനാണ്. എല്ലാ പബ്ലിക് ഏരിയയിലും ഉണ്ട്. നമ്മളിപ്പോൾ തൊട്ടടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹൈലൈറ്റ് മാളിൽ ഉണ്ടാവാം അല്ലെ, മാള്, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റോപ്പ്, എയർപോർട്ട് എല്ലാം AED മെഷീൻ ഉണ്ടാവണം, ഉണ്ട് എന്നാണ് നമ്മളെ വിശ്വസിക്കുന്നത്. നമ്മുടെ നാട്ടിൽ അത്ര കോമൺ അല്ല. ആക്ച്വലി ഞാൻ മുന്നേ ട്രാവൽ ഒക്കെ ചെയ്യുന്ന സമയത്ത് പുറത്തൊക്കെ നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു മെഷീനാണ്. വളരെ കോമൺ ആയിട്ട് എവിടെ നോക്കിക്കഴിഞ്ഞാൽ, ഒരു ബസ് സ്റ്റോപ്പിൽ നോക്കിക്കഴിഞ്ഞാലും ബസ് നോക്കിക്കഴിഞ്ഞാൽ വരെ നമുക്ക് AED കാണാൻ പറ്റും. പക്ഷെ ഇവിടെ നാട്ടിൽ വളരെ കുറവാണ്. ഇനിയിപ്പം ഇത് എത്ര പേർക്ക് ഇത് ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു ഇത് എന്താ പറയുക കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഇതിന്റെ മുന്നേ തന്നെ ഇടയ്ക്ക് ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ അറിയില്ല. ഇതിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ കേരളത്തിൽ കണ്ടിരിക്കുന്ന ഒരു സ്ഥലം കോട്ടയം തിരുവല്ല ബസ് സ്റ്റാൻഡില്, 2 KSRTC സ്റ്റേഷനിൽ, എറണാകുളം ഹബ്ബ് ബസ് സ്റ്റാൻഡിലുണ്ട്, പിന്നെ റെയിൽവേ സ്റ്റേഷനുകളിലുണ്ട്, എയർപോർട്ടുകളിലുണ്ട്. അല്ലാതെ മാളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്കൊന്ന് ലുലു മാളിൽ കയറി ചെല്ലുമ്പോൾ AED വെച്ചിട്ടുണ്ട്. അപ്പൊ യൂസ് ചെയ്യാൻ വളരെ ഈസിയാണ് ശരിക്കും അല്ലെ. ഇത് നമുക്ക് ഈ ഒരു മെഷീന്റെ കേസിൽ നമ്മൾ ആകെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളതിന്റെ